അക്കാ സുഖമാണോ? ഫുഡ് കഴിച്ചാ? ഇലിമുഞ്ചിടാ നീ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണല്ലോ ഇവന്റെ പുറകെ. നിനക്ക് എന്താ വേണം? നീ ആരടാ അവനെ ഇടിമൂഞ്ചി എടാ എന്റെ അനിയനെ നീ നീ എന്താടാ എന്താടാ ബോഡി ചേഞ്ച് ചെയ്യുന്നോടാ പട്ടികളെ. അവന്റെ പുറകെ കൊറേ വള്ളി ഇതാ ഇന്നലെ തൊട്ട് തുടങ്ങിയതാ എലി അവന്റെ പുറകെ നടക്കുന്നു. അക്കാ സുഖമാണോ? ഫുഡ് കഴിച്ചാ? എന്താ പരിപാടി ഉങ്ങളെ? ഹലോ அக்கா ஒரு எலி மூஞ்சி வந்து என்கிட்ட பிரச்சனை ஆக்கிடுக்கா. நீங்க எവിടെ போய் ഇപ്പൊ ഒരു വെള്ള വണ്ടി വരും ചാടി ഏറ് പോവാം. அக்கா பிரச்சனை அவருக்கா அவனை ஏதாவது செய்யணுங்கா. அவனை ஏதாவது செய்யணுங்கா. ஐயோ ஐயோ அப்படியே விடாதீங்கக்கா. பிரச்சனை பண்றாங்க அவன். என்ன பிரச்சனை? அவன் ഇന്നലെ തൊട്ട് തുടങ്ങിയതാണല്ലോ അവന്റെ പ്രശ്നം. என் மூஞ்ச பாட்டு இது அடியோ ஆகி பிரஸ் வைக்கலான்னு ஜோடிக்கிறாக்கா. எனக்கு விஷம் പുതിയ വാഴത്രി വരുന്നുണ്ട്, ഒരു ഡേറ്റ് തരൂ. മാഡം ഒരു ഓട്ടോഗ്രാഫ് വാഴ ഫോറിലെങ്കിലും നീ മുടി മാറ്റിയോ? ഒരു ഓട്ടോഗ്രാഫ് ഇലിമുഞ്ചിടാ നീ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണല്ലോ ഇവന്റെ പുറകെ. നിനക്ക് എന്താ വേണം? ഇഗ്നോർ ചെയ്തടാ. നീ നിന്റെ വാല് പോയി നിന്റെ എന്തൊക്കെയാണ് നിന്റെ പ്രശ്നം? എന്റെ കണ്ടന്റ് ഫോക്കസ് എലിയും പട്ടിയൊക്കെ ആയിട്ട് മാത്രമേ എനിക്ക് അറിഞ്ഞൂടാ. ബോഡി ഷേവിംഗ് ചെയ്തവൻ യാര്? എലി മൂഞ്ചി അത് അവൻ എനിക്ക് കൊടുക്കാൻ നമ്മള് മാന്യന്മാരാണ്. ആ സാക്കുരി ഇതെന്റെ അകന്ന ഒരു അനിയൻ, അകന്ന വെരി ക്ലോസ് വെരി ക്ലോസ് കുറച്ച് അകന്ന സാബിനെ വിളിച്ചിട്ടല്ലേ? അല്ലല്ല പോവാന്ന് പറഞ്ഞ പോവാന്നാണോ പറഞ്ഞത്? നീ ആരടാ അവനെ ഇടിമൂഞ്ചി ഹലോ ഹലോ ബ്രോഡ വണ്ടിയാ? നീ ആകെ വണ്ടി വെച്ചിട്ടുള്ള സിനിമാ നടിയുടെ വണ്ടി. ബാഹുബലിയുടെ സൈഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു പമ്പുണ്ട്, എനിക്ക് പെട്രോൾ ഇഷ്ടം പോലെ ഉണ്ട്. കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? കാര്യമല്ല എനിക്ക് ചെയ്യ വേണ്ട. അതല്ലെന്ന് അല്ലല്ല, നീയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വന്ന ഇതിപ്പോ എന്നടാ പ്രശ്നം? നീ എന്തിനാ എന്റെ വാല് കടിച്ചു മുറിച്ചേ? അക്ക എന്നൊക്കെ പറയാ, എനിക്ക് ഒന്നുമേ മനസ്സിലാവല്ലേ. ബർഗർ മാത്രമേ കഴിക്കുള്ളൂ, നിന്റെ വാലൊന്നും കടിച്ചു. എന്റെ പൊന്നു ചേച്ചി പുറകെ നോക്കണ്ട, ഷർട്ടിന്റെ പകുതി ഇല്ല. നിന്റെ പുറകെ നോക്കണം. கேர்ள்ஸ் கிட்ட போய் காட்டுறேன். டேய் உனக்கு ஒரு மேனஸ் இல்ல? நல்ல மூஞ்சி எலி மூஞ்சி மாதிரி வச்சுக்கிட்டு மேனஸ் இல்லாத போயிட்டு கேர்ள்ஸ் கிட்ட பின்னாடி காட்டுறேன். കണ്ട എലി മൂഞ്ചി എനിക്ക് ഇങ്ങനെ എലി മൂഞ്ചി എന്ന് പറഞ്ഞ എലി ഫേസ്. തമിഴിലെടുക്ക, നീ മലയാളത്തിലെടുക്കാതെ തമിഴ്. அண்ணே அந்த மாதிரி பேசிட்டு அந்த ஏரியால பீஸ், இந்த ஏரியால வேற. இவன் யாரோ சின்ன பையன். எத்தனை படிச்ச நீ? எங்க ஸ்கூல்ல வந்து ஜாயின் பண்ணிக்கோ, நாளைக்கு ஸ்கூல் ஆரம்பிப்போம். ഹലോ ചേച്ചി, ഇവൻ ചേച്ചിയുടെ ആരാ? தம்பி
അകന്ന ബന്ധു തമ്പി. അകന്ന ഒരു തല ഞങ്ങൾക്കത് കൂടെ പുറന്ന അല്ലല്ല കറുത്ത മാസം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പ്രശ്നം ഇവിടെ വെച്ച് സോൾവ് ആക്കാം. പക്ഷെ എനിക്ക് എന്റെ വാല് കടിച്ചുകൊണ്ട് എന്നെ നഷ്ടപരിഹാരമായിട്ട് എനിക്ക് 10 ബർഗർ അവൻ തരണം. പട്ട് ബർഗർ അവൻ തന്നത് ഞാൻ തന്നെ. വയറ്റോട് കൂടെ നീ ഇവിടെ നിന്ന് സംസാരിച്ച് നിന്നെ പിടിച്ചവൻ വിഴുകും. അതാ അത് ശരിയാ. ഓക്കെ ആണോ നിനക്ക്? എടാ, അവൻ എലി ബിരിയാണി തിന്നോന്ന് പറഞ്ഞ് നടക്കുന്നവനെ. ആ ഓക്കെ ആണോ? വേണമെങ്കി ഇപ്പൊ എനിക്ക് വിളിക്കാം. പോയി ഒരു ചോദിക്കാം. വിഷമം ഉണ്ടാവൂലേ? എന്റെ ഐഡന്റിറ്റി ആയിരുന്നു വാല്. അത് 10 കൊണ്ട് ബർഗർ തന്നെ നീ അതവിടെ വെക്കുവോ വാലിന് പകരം? 10 ബർഗർ തന്നാ ഞാന് ആ വാല് പോയതിന്റെ വിഷമം മാറ്റിക്കോളാം. ഫുഡും ഉണ്ടാ നമുക്ക് വലിയ വിഷമമൊന്നുമില്ലടാ. സ്പെഷ്യൽ ബർഗർ സ്പെഷ്യൽ ബർഗർ വേണമാ എണ്ണ തരല്ല നിന്റെ വയറാ കടിച്ചു ഇല്ല പറഞ്ഞു. ഇല്ല കൊടുടാ കൊടു ആ ആ കഴിച്ചു കഴിച്ചു കടി കടി சாப்பிடு நல்லா சாப்பிடு அவ்வளோ ரொம்ப டேஸ்டியா இருக்கு. டேஸ்டியா தான் இருக்கும் ஏன்னா சந்தியில வச்சு கொடுத்தது டேஸ்டியா இருக்கும் ചൂടാ இருக்கு. பேக் இருக்குல்ல அவடல இருந்து எடுத்து கொடுத்தான்னு പറഞ്ഞ മനസ്സിലായി മനസ്സിലാക്കിക്കോ பேக்ல ஒரு பாக்கெட் ഉണ്ട് അത് பாரு നീ അല്ലേ അത് കഴിച്ചത്? பேக்ல பாக்கெட் நான் கொடுத்த കഴിക്കാൻ எல்லாத்தையும் പോയിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഞാനും குட்டி അവന്റെ போடு ഫ്രണ്ട്സായി யார பண்ற போதும் ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എലിക്കുട്ടിയായിട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ? എലിക്കുട്ടിയായിട്ട് പരിചയമില്ല. പക്ഷെ അവിടെ മുമ്പ് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നപ്പോ സ്ഥിരം കക്ക കയറുമായിരുന്നു. സ്ഥാപനം എന്ന് പറയുന്നത് സ്കൂളാണോ? ആ അത് തന്നെ. അവിടെ മറ്റേ ഇതില്ല, കഞ്ഞിപ്പൊരിക്കകത്ത് അരി മൂട്ടിക്കാൻ കയറുമായിരുന്നു. നിങ്ങള് ഭക്ഷണം കൊടുത്ത് വളർത്തിയതാണല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ തിന്നാൻ നീ വളർന്നിട്ടാണ് ഇപ്പൊ വാല് പോയെന്ന് പറഞ്ഞ് നമ്മളെ പറയണേ അല്ലേ? അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ അവിടെ നിന്ന് തക്കാളി കഴിച്ചിട്ട് 2 ദിവസം ഞാൻ ഫുഡ് പോയിസൺ അടിച്ച് ഇതിനെ കൂടെ ഈ കടലിൽ നിന്ന് എണീറ്റിട്ടില്ല. അതറിയും. എടാ തിന്നതിന് കണക്ക് പറയല്ലടാ. സോമു വാ പോവാ. മൂത്ത ഭക്ഷണം കൊണ്ടുവച്ചിട്ട് തിന്ന് നമുക്ക് ഇല്ലടാ നിനക്ക് ഇനി അവിടെ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു വെക്കാം ഞാൻ. എനിക്ക് எலி வந்து நான்வெஜ் கழிக்காதுங்க எலி நான்வெஜ் கழிக்கிறதில்ல ഓ നിനക്കറിയും அதுனா படிச்சுக்க 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചു എന്തൊക്കെ ചെയ്യുന്നത്? ഇവനെ പിടിച്ചങ്ങ് തിന്നടാ. സത്യം തിന്നട്ടാ ആ പറ്റേ പോടാ വയ്യ. ஒரு நிமிஷம் ഫോൺ വിളിക്കാം. ചേച്ചി അടങ്ങിയിരിക്കാൻ പറ. നിനക്ക് ഇച്ചിരി നാക്കൊണ്ട് ഞാൻ തിന്നടാങ്ങ്. അതാ നല്ലത്. எனக்கு விசக்கிட்டு സിറ്റിക്ക് എന്തേലും നല്ലത് നീ ചെയ്. വേണ്ട അവന്റെ അടുത്ത് അടങ്ങിയിരിക്കാൻ அடிக்க പറ. வந்த எலி ഞാൻ അവന് അടി மூஞ்ச பார்த்தாலே ഉണ്ടാക്കില്ല. அறியலையா அது அழுக்கு எலின்னு ഇടുക്കി ആയടാ. ഇവനുമായിട്ട് അടി ഉണ്ടാക്കത്തില്ല. അവൻ അടങ്ങിയിരിക്കാൻ പറ. டேய் நீ அடங்கிடுறா என்ன எப்படி நீ அடங்கிடு திறந்துருட நீ யாரா சொல்ல எங்க அக்கா சொல்லணும்டா என்ன അന്ന് എന്റെ പൊന്നൊക്കെ അവന്റെ അടുത്ത് ഒന്ന് പറ. ഓ പറയാം വിഷമം എങ്ങനെ കൊണ്ട് വരുന്നതാ നടക്കുന്നില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേച്ചി ഇവനെ ആദ്യം കൊണ്ടോട്ടൊരു ജിമ്മിൽ ചേർത്ത് ഇവന്റെ ബോഡി ഒന്ന് നിന്റെ പ്രശ്നം എന്താടാ? അതല്ലെന്ന്. അല്ല നമ്മള് മീൻസ് അവൻ കുണ്ടുമണി ആയിരിക്കുമ്പോ ബർഗറുണ്ടാ ഫുഡ് കഴിച്ചാ ഫുഡ് ഉണ്ടാ നീ എവിടെ ഒരുക്കി നിക്കണ? നീ രണ്ടിടത്ത് നിക്കാതെ എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഉള്ള സത്യം പറയട്ടെ. നിനക്ക് അവന് ഇഷ്ടപ്പെട്ടോ? കല്യാണം കഴിക്കണോ? എനിക്ക് വേണ്ട ഈ മരഭൂതത്തെ. அக்கா எப்படி இருக்கீங்க சுகமா ஃபுட் എടാ കഴിച്ചാ ഇവൻ നിന്നെ മരഭൂതം ഒന്ന് വിളിച്ചടാ. ഈ എലി ഞാൻ മൂഞ്ചി വിളിച്ചില്ല. மாறப்போனம்மா വിളിച്ച് ഇപ്പൊ ഞാൻ വിളിച്ചില്ലേ? யாரா നീ കേട്ടോടാ. നീ എവിടെ പോന്ന്? അവൻ ഇവിടെ നിക്കുവാ. എനിക്ക് അവനെ ഇഷ്ടപ്പെടുന്നില്ല. കണ്ട അവൻ ഒന്നും നീ അവനെ കല്യാണം കഴിക്കണ്ടടാ. கல்யாணம் കഴിക്കണമാ അവന് നിന്നെ കല്യാണം കല്യാണം കഴിക്കണം. കഴിക്കണമെന്നവരെ இல்ல நம்ம மரபூதம் பறஞ்ச நீ இங்க வாடா കല്യാണം നീ പോടാ കൊടവേറ. നീ പോയിട്ട് നീ അത് പോയിട്ട് ലേബർ റൂമിൽ പോയിട്ട് പ്രസവിക്കും. ഞങ്ങളല്ല അവനെ ഞങ്ങൾക്ക് ചത്തുകഴിഞ്ഞു. എടാ നീ ഇരട്ട വെറുവല്ലോടാ നീ. இரட்ட பண்ணுவா நான் இப்பதான் உன்னை ஃபர்ஸ்ட் டைம் பாக்குறேன் அவன் யாருக்கா என்ன பிரச்சனை ஆக்குறான்
അവനെ കൊന്നിട്ട് പ്രശ്നമായ എന്തായി എലിഭൂതം എന്നെ എന്തായാലും പ്രശ്നമാക്കല ചാവടിക്കോ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്നെ തല്ലാൻ എടാ പറയുന്ന പറഞ്ഞു തീർക്കണ തടിയാ നിന്റെ കൈ എന്റെ കൈന്റെ കൈ ഉനക്ക് എന്നன்னு പറയട്ടെ നീ തീറ്റ കുറയ്ക്കാൻ തീറ്റ കുറയണമാ എന്ത് തീറ്റ കുറയ്ക്കണം എവിടെ വാ ഞാൻ കുറച്ച് കാണിക്കണം നീ ഇവിടെ யாருக்காயோ எனக்கு யாருன்னே அறியல ஏதோ എനിക്ക് பிரச்சனை தெரியாதுடா. ഓ കോൺക്രീം കുട്ടിച്ചാത്ത കുപ്പി എനിക്ക് വണ്ടി 2 രൂപ ഓടിക്കാൻ തരോ നീ എന്തിനാണ് കൊന്ന ആളുടെ പേര് രാവുത്തർ അയ്യോ സോറി அங்க அது போல பறஞ்சா நீங்க சொல்ல பாத்தீங்கல்ல ഇല്ല ഇല്ല നീ ചെയ്തേ ദോ അവനെ ദോ ദോ ഓ തൊട്ടുന്ന ആള് മാറിപ്പോയി ബാ 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 ബാ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഞാൻ വന്നോട്ടെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഈ വണ്ടി ഓടിക്കാനാ? യെസ് അതെ അവിടെ വെയിറ്റ് ചെയ്യാം പോയിട്ട് ആ കൂട്ടരെ വന്നു പോയി എനിക്ക് നാല് നേരം തിന്നുന്ന കാലത്ത് അമ്മേ എടാ തയ്യ ഇവന്മാർ அவன் எனக்கு வேண்டாம் அடியால வைக்கிறேன் ஏதாவது பிரச்சனமாகும் கூட എടാ எனக்கு അവനെ അങ്ങനെ കൊല്ലും അങ്ങ് ഇറങ്ങി കൊല്ലും പോ. ஓகேக்கா എടാ തയ്യ നീ നാല് നേരം തിന്നുന്ന കാലത്ത് കുട്ടി പൂത ഇറങ്ങ என்ன பிரச்சனை ஆயிடா இவட வா சம்சாரிக்கலாம் வா നീ നാല് നേരം തിന്നുന്ന കാലത്ത് மனசுல பொறுமையா சம்சாரி நம்ம தனியா பேசிக்கலாம் ஒன்றும் பிரச்சனை இல்லை എന്നാ പാടാ നീ തയ്യ പേസുക என்ன பேசணும் பாரு ஏதாவது பிரச்சனை ஆயா உனக்கு എടാ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തീർക്കുക എന്നെ ഇതിൽ ഇടപെട്ടിട്ട് എനിക്ക് അല്ലല്ല എനിക്ക് ഇവനെ കാണുന്നത് ഇവനാണ് ഞാൻ വന്ന സമയത്ത് അവനോട് സംസാരിച്ചപ്പോ ചേരുമൂലിന്ന് വിളിച്ചാ എടാ നിനക്ക് 50 ബർഗർ ഞാൻ തരാം നീ വാ ഒറ്റ അപ്പത്തോട്ട് പോകുന്നത് கொடுத்தானா ஏன்டா உன் ഇവൻ ഒറ്റയിലാണ് ഈ ലൈറ്റ് എത്തുന്ന ഉടുപ്പ് എനിക്ക് കിട്ടിയോളോ ഒറ്റയ്ക്കായി പോയി തയ്യ ഭൂകമ്പം അടിച്ച് തീരെല്ലാം കൂടെ പോകും ചാവും എല്ലാം കൂടെ. നിക്കട തയ്യ കൊന്ന് മാംസപിണ്ഡമേ എടോ ഒരു പയ്യനൊക്കെ ഇങ്ങനെ വിളിക്കുന്നേ മാംസപിണ്ഡം അവനല്ലേ മറ്റവനല്ല എടാ പാവത്തെ എന്തെല്ലാം ചെയ്തടാ അയ്യോ മോനെ ആ മോൻ പൊന്തി മോനെ റിവെഞ്ച് എടുക്കണം മോനെ ഇത് എടാ എലി മൂന്ന് അടിച്ചടാ എലിമൂഞ്ചി നിന്നെ തൊട്ടവന്മാരെല്ലാം നീ അടിക്കണം നിന്റെ പവർ എന്താ ആമാ നിന്നെ അടിച്ച് അവനങ്ങ് തീർത്തേക്ക് ഒന്നും അവൻ എവിടെ പോയി അവൻ അവൻ അങ്ങോട്ട് പോയി. നോക്കണ്ടല്ലേ ദോ നിക്കണടാ ദോ നിക്കുന്നു. സേഫ് സോണാ സേഫ് സോൺ சரி சொல்லலாம் അവര് നിക്കുന്ന സേഫ് സോണില്ല അല്ല നീ പോ കണ്ടു മാച്ച് മറ്റേ എടാ എടാ അറിയണ്ടതരികല്ലേ എടാ എടാ എന്റെ അനിയനെ നീ നീ എന്താടാ ബോഡി ഷെയിം ചെയ്യുന്നോടാ പട്ടികളെ. അയ്യോ സോറി ബോഡി ഷെയിം ചെയ്യുന്നോടാ. ചട്ട ബാഡി ജെയിം ചെയ്യ നീ ചട്ടാ നീ എലി മൂഞ്ചി എടാ നീ ചാവും. നീ ബോഡി ഷെയിം ചെയ്യോ? അയ്യോ സോറി ബോഡി ഷെയിം ചെയ്യോ ബാഡി ചെയ്യോ ചെയ്യോ ചെയ്യ ചെയ്യോ நான் பிடிச்சேறேன் ചെയ്യോ நான் ചെയ്യോ பிடிச்சேயா എടാ കണ്ണ് മാറ്റ് വണ്ടിയിലേറടാ സോപ്പ്. എടാ ചുമ്മാ അല്ലടാ അവന്മാര് വിളിക്കുന്ന നിന്നെ അങ്ങ്. എടാ സോമ് ബർഗർ என்ன பிரச்சனை வண்டியில இந்த ஏறி അല്ല പൊക്കിക്കോ. என்னங்க ஆச்சு ഞാനിപ്പോ ഒരു ലൂപ്പിലാ നിൽക്കുന്നത്. ലൂപ്പില് നീ അവന്മാരെ അടിച്ചു കൊല്ലും, അത് കഴിയും പോയി കിടന്ന് ഉറങ്ങും, വീണ്ടും വരും. പറയാറുക്കാ യാരുടെ കള്ളം പറയാറുക്കാ യാരും അടിച്ച് കൊള്ളത്തില്ല കാട്ടും പോലെ
എടാ നീ അങ്ങ് മറ്റേ അമ്പി കളിക്കല്ലേ അങ്ങ് അന്യം കളി നീ എന്ത് ചെയ്യണേ? ഹലോ நான் என்னக்கா பண்ணேன்? இப்பதானக்கா ஊருக்கு வந்தேன். இப்பதானே உங்களை ஃபர்ஸ்ட் டைம் பாக்குறேன். நீங்க சுகமா? ஃபர்ஸ்ட் அதை சொல்லுங்க. എങ്ക சுகமா? അവന്റെ POV അവൻ പറയുന്ന സത്യമാണ്. ഇവൻ அக்கா என்னாச்சுக்கா? എടാ എല്ലാ അച്ഛനാ ஆ, നീ വന്ന് എലി മൂഞ്ചി അടിച്ചു കൊന്ന് അവന്റെ കൂടെ எலி மூஞ்சா? அது யாரு எலி மூஞ்சு? ഇത് ആരെന്ന് ഞാൻ കാണിച്ചു തരാം. ദൂരേത് കാണിച്ചു തരാം. വാ ஓகேக்கா. പോയി இந்த എലി മാസ്ക് ഇട്ട ഒരുത്തൻ ஓகே. അവന്റെ നടക്കണം இல்ல பாத்துட்டுல, நான் பாத்துட்டேன் அவனை. അവന്റെ കൂടെയുള്ള ആ വെള്ള കോട്ടിട്ടവനെ കണ്ട അവനെ നീ കൊന്നു. ஆமா, അവര് நான் கொண்டேனா? அக்கா என்னக்கா கல்ல போறீங்க? மலைக்கு போலீஸ் கேஸ் ஆக பாருங்களா? ஹலோ, உங்களுக்கு அவனை ஜெயிலு போறக்கா ஒன்றும் பிரச்சனை இல்லை. எத்தனை ദിവസം வேணா போகும். പൊക്കോ അതാ നല്ലത്. പൊക്കോ. ഇനി നീ കണ്ണെടുത്ത് ഷൂട്ട് ചെയ്താൽ നീ എന്തായാലും പോകും. மாட்டீங்களா? എടാ അവന്മാര് നിന്നെ ബോഡി ഷെയിം ചെയ്തോണ്ട് നീ അവന്മാരെ കൊന്നു. ஓ, அங்கன உண்டല്ലോ. அங்க கள்ளப்பறியாதீங்க. நான் இப்பதாங்க ஊர்லேன்னு வந்தேன். ആണോ? നിക്ക് ഒരു മിനിറ്റ്. ஆ, ഇവിടെ വണ്ടി നിർത്താം. ഒരു മിനിറ്റ്. ഇവനാണോ ആ ഇവൻ തന്നെ ഇവനാണോ? ആ മനസ്സിലായി. നീ എന്തിനാടാ എന്നെ കൊന്നേ? நான் ஒன்னும் கொன்னேண்ணா. எப்படா கொன்ன? நீ നിക്കടാ. யாரு போட்ட? നിക്ക് ഞാനിത് ഞാൻ പ്രതികരിക്കൂടാ. നിക്ക് നിന്നെ ഞാൻ പ്രതികരിക്കും. ഫോൺ എടുത്തിട്ടാ. என்னடா யாரு நீ? எனக்கு ഹലോ ഗൈസ് എന്റെ പേര് മൂഷു എന്നാണ്. ഇവിടെ എന്താണ്? ഇവിടെ ആ എടാ നീ പോടാ. நீ சொல்றதே கேட்கலடா. என்ன പറയുற? മൈക്ക് പിന്നെ അവന്റെ പേട്ട് വണ്ടി അവന്റെ அக்கா இவன் அடிக்க வரான்க்கா. எனக்கு தெரியல. നിനക്ക് അത്ത മാത്രം ഉണ്ടോടാ? எனக்கு ரெண்டு பேரும் அடிக்க வரீங்க. என்ன பிரச்சனை உண்டா உங்களுக்கு? டேய் அடிங்கடா. போலீஸ் വിളിച്ചു തരോ? ഞാനൊരു കാര്യം പറയാം. ഈ ഒരു ഗ്രൂപ്പിൽ എനിക്ക് വയ്യ. ഇതാകുമ്പോ വീഡിയോ അയച്ചു കൊടുക്കാറ്. போலீஸ் വിളിച്ചോ? ആ ഹലോ കേക്കാം. എന്നെ എലിമൂഞ്ചി തന്നെ ഇവൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അവിടെ നിറച്ച് എലികൾ വന്ന് നിങ്ങളുടെ തുണിയും ഡ്രസ്സും അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുക. നീ മൂഞ്ചിന്നല്ല, നിന്റെ ഫേസ് തമിഴില് മൂഞ്ചി എന്ന് പറഞ്ഞ ഫേസാ. എനിക്ക് അവനടുത്ത് ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് മൂഷു എന്നാണ്. വിളിക്കാവോ കേട്ടോ. അവന്റെ പേര് ഞാൻ ചോദിച്ചിട്ട് അവൻ പറഞ്ഞില്ല. அவன் பேரு மூசு இல்ல, அவன் பெரிய மோசம். കണ്ട എനിക്ക് തമിഴ് അറിയില്ല. അവൻ എന്തൊക്കെയോ വന്ന് പറയുന്നു. അറിയില്ല പിന്നെ നീ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കണേ? എനിക്കറിയത്തില്ല. അവൻ എന്നെ കാണുമ്പോൾ എപ്പോഴും ചൊറിയണം. കുട്ടി മൂഷി ഭയങ്കര മന്ത്രവാദിയാണ്. സൂക്ഷിച്ചും കണ്ടപ്പോ ഒരു കാര്യം പറയാമോ? ഇന്നലെ ഞാൻ പ്രവചിച്ചു ഇവിടെ വെള്ളപ്പൊക്കം പകുതി വരെ വരുമെന്ന്. ഇന്നലെ ഇവിടെ പകുതി വരെ വെള്ളം ഇവിടെ പകുതി വരെ വെള്ളം കയറി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ പൂജയായിരുന്നു. ഇവിടത്തൊക്കെ ചോദിച്ചു നോക്കും. ഇവിടെ ഞാൻ വൻ പൂജയായിരുന്നു. ഇവിടെ പൂജ കഴിഞ്ഞപ്പോഴാണ് വെള്ളം ഒന്ന് ഒതുങ്ങിയത്. അതുകൊണ്ട് അവന്റെ അടുത്ത് സൂക്ഷിച്ചോളാൻ പറ. എടാ സോമു നീ ഒന്ന് ഞാൻ ഒന്ന് പറഞ്ഞ് ശരിയാക്കിട്ട് വരാം. നീ ഒന്ന് സോമു ശരിയാക്കി ഫോൺ വിളിക്കണോ ഇനി? എനിക്ക് അങ്ങ് വരെ ഓടാൻ വയ്യ. അവരെ அக்கா சொல்லுங்கக்கா. എടാ என்ன வருவாடி? ഇങ്ങോട്ട് വാടാ. നീ ഇങ്ങോട്ട് വിളിച്ചപ്പോ നീ അങ്ങോട്ട് വന്ന് എന്തിനാടാ? எவ்வளோ போய் அந்த சைடு போயிட்டீங்களா? சாரிக்கா കണ്ടിട്ട് பார்க்கலக்கா. ഒരു കാര്യം പറയാവാ. ஓகே 2 மினிட்ஸ்ல வரும். ആ 2 മിനിറ്റ്സാ അവിടുന്ന് ഇവിടം വരെ വരാൻ? നിക്ക് സോമു ஆ, ഇനി എന്താ മൂഷു എന്തേലും പറഞ്ഞു കഴിഞ്ഞാ മൂഷുവിന്റെ ഉറിന്നങ്ങ് പറഞ്ഞിട്ട് மூசுண்டு உரி.
മൂശുവിന്റെ ഉറിന്ന് പറഞ്ഞിട്ട് വന്ന് വണ്ടി കയറണേ. ഞാൻ എന്തേലും വന്ന് പറഞ്ഞ കേട്ടോ. அப்படின்னு என்னது காரணம்? അതായത് ഈ വളിയം വരുമ്പോ ചോദിച്ചാ മതി അതെന്താ അർത്ഥം. അതുപോലെ പറഞ്ഞാ ദൈവം ഇത് വിളിച്ചിട്ട് പോവാതെ. ഇല്ല ഉറിന്ന് പറഞ്ഞാല് ചീത്തയല്ല. ആ ശരി. ആ ഉറീന് നീ കൂളായിട്ട് നിന്നിട്ട് പറഞ്ഞാ മതിയല്ലേ. ഹലോ അയ്യോ വണ്ടി കടത്തിട്ട് പോறாங்க. ഇല്ല അത് അറിയാന്ന് പോയാ ഞാൻ നിക്ക് ഞാൻ പറഞ്ഞെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് മുഷു. ഞാൻ പറഞ്ഞെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും പറയത്തില്ല. ഇല്ല അവന് അവനെന്താ മൂശ ഉറിന്ന് വിളിച്ചു. ഉറി എടാ ഉറിന്ന് പറഞ്ഞാ ഉറി എന്താ ഉറിയല്ലേ? അത് ചീത്തയൊന്നും അല്ലല്ലോ. അതെന്താ സാധനം എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാ എനിക്കറിയത്തില്ല. അവനടുത്ത് പറഞ്ഞു ഞാൻ ഫ്രണ്ട്സ് ആവാന്ന്. അന്നേരം അവന് താല്പര്യം ഇല്ല ഫ്രണ്ട്സ് ആവാൻ. അവൻ ഇൻട്രോവേർട്ടാ അല്ലേ? അവനടുത്ത് ഞാനും മിണ്ടത്തില്ല. ஒரு சாணமும் வேண்டாம். எங்க அக்கா கொடுத்த மட்டும் தான் சாணம் மேடிக்கணும். யாரு கொடுத்தாலும் மேடிக்கிட்டில்ல. அது போல മായാജാലങ്ങൾ. ഒരു സാധനം തരാം. മൂസു ഊരി. എടാ നിനക്കൊരു സാധനം തരും. നീ എന്ത് ചൂടാവുന്ന? எனக்கு எந்த ஊடியும் வேண்டாம். நீ அந்த ஊடி எல்லாம் வச்சுக்கோ. எனக்கு ஒன்றும் வேண்டாம். ഞാൻ നീയായിട്ട് കൂട്ടില്ല. നീ പോ. நீ போடா மூசோட ஊரி. போடா மூசோட ஊரி. നീ അതിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞ. எங்க அக்கா தான் பறஞ்சாங்க. அது எந்த அர்த்தமும் இல்லை. உன் பேரே அதுதான் பறஞ்சு. அதனால உன்னை மூசோட ஊரி. ഉറിയാ ചേച്ചിയാണ് പറഞ്ഞു കൊടുത്തവന്. എടാ അത് ഞാൻ ഇന്നലെ എന്റെ ബോയ് ഫ്രണ്ടിനെ ചെറുതായിട്ട് അങ്ങനെ വിളിച്ചായിരുന്നു. അത് കേട്ടിട്ട് പറയാം. ആക്ച്വലി അത് മൂശുവിന്റെ ഉറിന്നല്ല. അതിന്റെ അച്ഛന്റെ ഉറിന്നാണ് പറയണത്. അത് പിന്നെ നീ ആയോണ്ട് മൂശു നാക്കിയെന്നേ ഉള്ളൂ. ഈ പറ ഫ്രണ്ട്സ് ആവണോ? മതിയായി പപ്പുവാ. പോലല്ലേ? ഓക്കെ അത് ബോട്ടടാ. ബോട്ടാ? നീ എന്ത് വിചാരിച്ച ആരെങ്കിലും ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാണെങ്കിലും யாரும் தண்ணியில ஃபிளாஷ் லைட் அடிக்கிறாங்கன்னு நினைக்கிறேன். ஹெல்ப் பண்ண போகணும்னு நினைச்சேன். ஹெல்ப் பண்ண வேண்டாமா? പോയി ഹെൽപ്പ് ചെയ്തിട്ട് വാ പോ.